ജനനത്തിനും മരണത്തിനുമിടയിൽ ജീവിതം സമ്മാനിച്ച വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഒരുപാടുണ്ടെങ്കിലും കളി കാണാനെത്തുന്ന കാണികൾക്ക് മുൻപിൽ ചിരിയുടെ മാലപ്പടക്കം കൊളുത്തുകയാണ് ഗ്രേറ്റ് ബോംബെ സർക്കസിലെ ഈ കോമാളിക്കൂട്ടങ്ങൾ. സർക്കസ് കൂടാരമാണ് ഇവർക്ക് ജീവിതം. പുറം ലോകത്തിന്റെ ആഡംബര തിലക്കങ്ങളെ ജീവിക്കാൻ ഇവർക്കാവില്ല. ഉള്ളിൽ കരഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ചിരിപ്പിച്ച് മുഖത്ത് ചായം പൂശി ഇവർ നമുക്ക് മുന്നിൽ പുഞ്ചിരിക്കുന്നു. ബീഹാറി സ്വദേശിയായ ബ്രിജ് കിഷോറും ബംഗാളികളായ തുളസീദാസും പപ്പു ഠാക്കൂറും മലയാളികളായ മുസ്തഫയും മോഹൻദാസുമെല്ലാം മുഖത്ത് ചായം പൂശുമ്പോൾ നമുക്ക് മുന്നിൽ ചിരിയുടെയും കോമാളിത്തത്തിന്റെയും പുത്തൻ രംഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഒരുപക്ഷെ ഈയൊരു വേഷപകർച്ചയ്ക്ക് മുൻപ് ഇവർ വളരെ ഗൌരവക്കാരായിരിക്കാം. കാരണം ജീവിതം ഇവർക്ക് സമ്മാനിച്ചത് സുഖസൌകര്യത്തിന്റെ മണിത്തൊട്ടിലുകളല്ല. അഴിച്ചുവെക്കും മുമ്പ് ആടിത്തീർക്കാനുള്ള പ്രച്ഛന്ന വേഷങ്ങളാണ് ഇവർക്ക് ജീവിതം. ഇനി കഥയിലേക്ക് വരാം. കോഴിക്കോട് നടക്കുന്ന ഗ്രേറ്റ് ബോംബെ സർക്കസിൽ കലാകാരന്മാർ ഒരുപാടുണ്ട്. അത്ഭുതങ്ങളുമായി അഭ്യാസ പ്രകടനം കാഴ്ചവെക്കുന്നവർ, ട്രപ്പീസ് കളിക്കാർ, മാന്ത്രിക വിദ്യ കൊണ്ട് കാണികളെ വിസ്മയിപ്പിക്കുന്നവർ, അങ്ങനെ പോകുന്നു കലാകാരന്മാരുടെ നീണ്ട നിര. എന്നാൽ ഇവർക്കിടയിൽ വ്യത്യസ്തരാവുന്ന കുറച്ചുപേരുണ്ട്. ഉയരമുള്ളവരും ഉയരമില്ലാത്തവരുമായവർ, ജോക്കർമാർ എന്നു നാം വിളിക്കുന്നവർ, കോമാളിത്തത്തിന്റെ പൊടിക്കൈകളുമായി സർക്കസ് കാണാനെത്തുന്നവരെ കയ്യിലെടുക്കുന്നവർ, കണ്ണീരും നൊമ്പരവും ഹൃദയത്തിൽ പേറി തങ്ങളുടെ മുൻപിലെത്തുന്നവരെ കുടുകുടെ ചിരിപ്പിക്കുന്നവർ. ബ്രിജ് കിഷോർ എന്ന 48 വയസ്സുകാരന് ഇപ്പോഴും 17ന്റെ ചെറുപ്പമാണ്. ബീഹാറി സ്വദേശിയായ ഇദ്ദേഹം 14ാമത്തെ വയസ്സിലാണ് സർക്കസിലെത്തുന്നത്. ആദ്യം ട്രപ്പീസ് കളിക്കാരനായിരുന്നു. ഹോഴ്സ് റൈഡിംഗും നടത്തിയിട്ടുണ്ട്. പ്രായം കൂടിയപ്പോൾ ശാരീരിക വിഷമതകൾ ഇദ്ദേഹത്തെ കൊണ്ട് കോമാളി വേഷം കെട്ടിച്ചു. എങ്കിലും അഭ്യാസ കളിക്കാർക്കൊപ്പം ജീവിക്കാൻ കഴിയുന്നതിൽ ഇദ്ദേഹത്തിന് വളരെയധികം സന്തോഷമുണ്ട്. നാട്ടിൽ ഭാര്യയും 3 കുട്ടികളുമുണ്ട് ബ്രിജ് കിഷോറിന്. സർക്കസ് എന്നും തനിക്ക് നല്ല അനുഭവങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂവെന്ന് ഇദ്ദേഹം പറയുന്നു. हमारा बोलने से 15 वयസ്സിലെ സർക്കസിലെ വന്നു കൊറിയ നമ്പർ കളിച്ച് ഫ്ലൈങ് ട്രോപ്പീസ്, റിംഗ് ഓഫ് ഡെത്ത്, ഹൗസ് റൈഡിങ് എല്ലാം കളിച്ച്. പിന്നെ ഇപ്പോൾ വയസ്സായില്ല, എല്ലാം കളി വിട്ട് ഇത് ഓൺലി കിലോണ കോമഡി ചെയ്യും. കോമഡിയിലെ കൊറിയ കോമഡി ഷോ ഉണ്ട്, എല്ലാം ചെയ്യും. ഫാമിലി നാട്ടിലുണ്ട്. 3 കുട്ടികൾ, 2 മോന് 1 മോള് പഠിക്കുന്ന നാട്ടില്. जीना यहाँ मरना यहाँ, इसके सिवा जाना कहाँ. ये तो सर्कस का लाइफ में तो यही है. ये बाहर का लाइफ नहीं है, ये सर्कस का लाइफ है, यही है. हाँ, अब तक तो अभी तो आधा तो वयस हो गया. इधर 48 വയസ്സായി. പിന്നെ ഇപ്പോൾ എങ്ങനെ ചെയ്യും? ഇത് സർക്കസ് പണി ചെയ്യൂ. തിരുച്ചിറപ്പള്ളി സ്വദേശിയായ മോഹൻദാസിന്റെ ജീവിതവും വ്യത്യസ്തമല്ല. ജീവിതയാത്രക്കിടയിൽ സർക്കസ് കൂടാരത്തിലെത്തിയതാണ് ഇദ്ദേഹം. മറ്റു തൊഴിലുകൾക്ക് വേണ്ടി ശ്രമിക്കുന്നതിനിടെ സർക്കസിലെത്തി. പിന്നീടൊരു തിരിച്ചുപോക്കുണ്ടായില്ല. തലയിൽ നീളൻ തൊപ്പിയും മുഖത്ത് ഭംഗിയായി ചായം പൂശിയും ദേഹത്ത് സിൽക്ക് വസ്ത്രങ്ങളിട്ടും ഇദ്ദേഹവും ജീവിതം തുടങ്ങി. നാട്ടിലൊരു കുടുംബമുണ്ട് മോഹൻദാസിന്. വീട്ടുകാർക്ക് പക്ഷേ മോഹൻദാസിന്റെ ജോലിയെക്കുറിച്ച് നല്ല മതിപ്പില്ല. തന്റെ കുട്ടികളെയെങ്കിലും നല്ല വിദ്യാഭ്യാസം നൽകി മികച്ച ജോലി ലഭിക്കുന്ന രീതിയിലേക്ക് വളർത്തണം എന്നതാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. എനിക്ക് പിടിച്ച ഒരു ജീവിതം സർക്കസാണ്. ഞാൻ ചെറുപ്പത്തിൽ 4 വയസ്സിലാണ് സർക്കസിൽ എൻ്റെ അമ്മയച്ഛനും കൊണ്ടുവന്ന് വിട്ടത്. അതിൻ്റെ ശേഷം ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ വളർന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞ് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർ പഠിപ്പിക്കാൻ വേണ്ടി കുറച്ച് ദിവസം നാട്ടിലായിരുന്നു സർക്കസ് വിട്ടിട്ട്. അതിന് ശേഷം ഞാൻ തിരിച്ച് സർക്കസിലേക്ക് വന്ന് ജോയിൻ ചെയ്തു. ഇനി ആ കുട്ടികളെ ഭാവി നമ്മൾ നോക്കണം. നമ്മളെ പോലെ ആയിപ്പോവരവർ. അവർ നല്ല ഉദ്ദേശക്കാരായി വന്ന് അവർ നല്ല വഴിക്ക് കാണണമെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷേ എങ്കിലും നമുക്ക് വേണ്ടുന്നെല്ലാം നമ്മൾ സർക്കസ് മുതലാളി നമുക്ക് ചെയ്തു തരുന്നുണ്ട്. നമുക്ക് എന്താ ബുദ്ധിമുട്ടെന്നെല്ലാം അന്വേഷിക്കുന്നുണ്ട് അവർ. ഭക്ഷണങ്ങളും മറ്റു ഇരിക്കേണ്ട സ്ഥാനങ്ങളും ശമ്പളവും എല്ലാം കറക്റ്റ് തന്നെ. നമ്മൾ ഇനിയില്ല കാലം എന്താണെന്നില്ല നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഇനി അവരെ ഭാവിയാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ബലനില്ലവരെ നമ്മൾ നയിക്കതിൻ്റെ അകത്ത്
അതിന് ശേഷം നമുക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മുതലാളിയോട് പറഞ്ഞിട്ട് വിട പറയുക. അങ്ങനെയല്ല ജീവിതമാണ് നമ്മളത്. നമ്മളെ ദുഃഖം നമ്മൾ അറിയിച്ചിട്ട് മുതലാളിയോട് ഒരു ചില വിഷമങ്ങളെ പറയാൻ പറ്റൂ. എല്ലാ വിഷമങ്ങളും അവർ ഏറ്റെടുക്കാൻ കഴിയില്ല. എന്നുവെച്ചാൽ അവർ പല ആൾക്കാരെ പിന്നെ ഇത് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് നമുക്ക് വേണ്ടുന്ന അവർ ചെയ്തു തരൂ. കഴിയാത്തത് നമ്മളോട് പറയൂ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ശരിയാക്കി തരാമെന്ന് പറയും. അതിന് ശേഷം വരെ നമ്മൾ കാത്തുക്കണം. കരഞ്ഞിട്ടോ എല്ലാം ഉള്ളിൽ തന്നെ വിഷമിച്ചിട്ടോ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. വേറെ വഴിയില്ല. ദൈവം ഏതെങ്കിലും ഒരു വഴി കാട്ടും. എല്ലാവർക്കും വഴി കാട്ടുന്ന ദേവനല്ലേ. അതുകൊണ്ട് നമ്മളെയും ജീവിതത്തിൽ അവർ ഇത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി വരാൻ പോകുന്ന കാലം നമ്മൾ കുറേ ദിവസം നിൽക്കാൻ കഴിയില്ല. അപ്പോൾ നാട്ടിൽ എന്തെങ്കിലും നമ്മൾ ഒരു ചെറുമാതിരി തൊഴിൽ എന്തെങ്കിലും പഠിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഈ സമൂഹത്തിൽ ഞാൻ നാട്ടിൽ പോയായിരുന്നു. പോയതിൻ്റെ ശേഷം ചെറിയൊരു കച്ചവടം തുടങ്ങി. അതിൽ നമുക്ക് അനുഭവം ഇല്ലാതുകൊണ്ട് അത് കുറച്ച് നഷ്ടപ്പെട്ടു. തിരിച്ച് ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് ശരി വരില്ല. അതുകൊണ്ട് ഇനി കുറച്ച് ദിവസം കൂടി കുട്ടികളെ നോക്കണം, കുടുംബം നോക്കണം. അതുകൊണ്ട് നമ്മൾ മുതലാളിയോട് കോൺടാക്ട് ചെയ്തിട്ട് എന്നെ വിളിപ്പിച്ചു. ഞാനൊരു പഴയ കലാകാരനായതുകൊണ്ട്, അനുഭവമില്ല ഒരു കലാകാരനായതുകൊണ്ട് എന്നെ തിരിച്ച് വിളിച്ചതുകൊണ്ട് ഞാൻ വന്നു. ഞാൻ സന്തോഷത്തിൽ ഇപ്പം പണിയെടുക്കുന്നു. എന്നെപ്പറ്റി ഇതൊരിക്കാരും പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ നമ്മളെ വിഷമം പുറത്തു പോയി പറഞ്ഞാലാന്ന് അവർ മനസ്സിലാക്കി പറയും, നിങ്ങൾ സർക്കസിൽ ഇങ്ങനെയെല്ലാം ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതെന്നല്ല പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് അത് നമ്മൾ ആരും പറയാൻ നിൽക്കില്ല. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സോൾവ് ചെയ്യും. ഇപ്പോൾ മറ്റുള്ളൊരു ചങ്ങായിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യും, അവർക്ക് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യും തമ്മാമൽ. അല്ലാതെ അവർക്ക് ഇഷ്ടമല്ല. എന്നാലും നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാതെ കൊണ്ട്, നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാതെ കൊണ്ട് ദൈവൻ എന്തെങ്കിലും ഒരു കല തരുമല്ലോ, അത് നമുക്ക് ഈ കലയാണ് തന്നത്. അത് സന്തോഷത്തിൽ നമ്മൾ ഈ ജോലി ചെയ്ത് വേറെ ഒന്നും നമ്മൾക്കൊന്നും പറയാനൊന്നുമില്ല. ഗ്രേറ്റ് ബോംബെ സർക്കസിലെ ഏറ്റവും ഉയരം കുറഞ്ഞ കോമാളി തുളസീദാസിന് 63 വയസ്സായി. പക്ഷേ പ്രായക്കൂടുതലൊന്നും ഇദ്ദേഹത്തിന്റെ പ്രകടനത്തെ ബാധിക്കുന്നില്ല. ടെന്റിനു പുറത്ത് ഒരു ചെറുപ്പക്കാരന്റെ വേഗത്തിലാണ് തുളസീദാസ് നടന്നു നീങ്ങുന്നത്. നിലമ്പൂർ സ്വദേശിയായ മുസ്തഫയ്ക്കും പറയാനുണ്ട് ഒരുപാട് കഥകൾ ഒരുപാടുണ്ടെങ്കിലും കോമാളി എന്ന പേര് ഇവർക്കും നൽകുന്നത് ഒരു ജീവിത മാർഗമാണ്. കൂടാരങ്ങളിൽ നിന്നും കൂടാരങ്ങളിലേക്ക് യാത്രയാവുന്ന ജീവിതത്തിൽ ദുഃഖങ്ങളെല്ലാം ഇവർ പാടെ മറക്കുന്നു. മുഖത്ത് ജീവിതത്തിന്റെ വ്യത്യസ്തമായ ചായം പൂശുന്നു. എന്നിട്ട് ഇങ്ങനെ പാടുന്നു. സർക്കസിന്റെ അടുത്ത ഷോ തുടങ്ങിക്കഴിഞ്ഞു. കാണികളെ പൊട്ടിച്ചിരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കോമാളി രൂപങ്ങൾ. കളിച്ചും ചിരിച്ചും കണ്ണീരിന്റെ കാഴ്ചകൾ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഈ കോമാളി കൂട്ടങ്ങൾക്കും ക്യാമറമാൻ അനൂപ് സിപിക്കുമൊപ്പം സൂരജ്, സ്പൈഡർ ന്യൂസ്. मरना यहाँ इसके सिवा जाना कहाँ.